Okay, good morning. The next നമുക്ക് പറയാനുള്ളത് അലോക്കേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മൾ ഇംപേഴ്സണൽ ലെഡ്ജറിൻ്റെ വൗച്ചിങ് എന്നുള്ള ചാപ്റ്ററാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതിൽ വരുന്ന വേറൊരു ടേമാണ് അലോക്കേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ബിസിനസ് മേ ബി ക്യാപിറ്റൽ ഓർ റവന്യൂ. നമുക്കറിയാലോ ഒരു ബിസിനസ്സിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ ക്യാപിറ്റൽ ആവും, ചിലപ്പോൾ അത് റവന്യൂ ആവും. ആൻഡ് ദ കറക്റ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു ബിസിനസ്. ബിസിനസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ക്യാപിറ്റൽ റവന്യൂ. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ദ പ്രോഫിറ്റ് വുഡ് ബി റോങ്ലി സ്റ്റേറ്റഡ് ആൻഡ് മേ അൾട്ടിമേറ്റ്ലി എഫക്ട് ദ ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് തെറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ബാധിക്കുന്നുണ്ട്. ഇൻ കേസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ചാർജ്ഡ് ടു ക്യാപിറ്റൽ, പ്രോഫിറ്റ് വുഡ് ബി ഇൻകറക്റ്റ്ലി ഇൻഫ്ലേറ്റഡ് ആൻഡ് ദെർഫോർ മോർ ഡിവിഡൻഡ് ഷുഡ് ബി ഡിക്ലെയർ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഡിവിഡൻറ്റുകൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഈറ്റിംഗ് ഓൺ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ഇഫ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ചാർജ്ഡ് ടു റവന്യൂ, ദ പ്രോഫിറ്റ് വുഡ് ബി റെഡ്യൂസ്ഡ് ആൻഡ് സീക്രട്ട് റിസർവ് വുഡ് ബി ക്രിയേറ്റഡ്. പ്രോഫിറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സീക്രട്ട് റിസർവുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. There are no hard and no false rules for differentiating the capital and revenue expenditure. The auditor should therefore see the basis on which the expenditure has been allocated between capital and revenue. It is the object with which the expenditure is incurred that nature of expenditure would be decided. എക്സ്പെൻഡിച്ചറിൻ്റെ നേച്ചർ എന്താണോ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ഓൾ എക്സ്പെൻഡിച്ചർ ഡു ഇൻകേർഡ് ഇൻ പർച്ചേസിംഗ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ഇൻസ്റ്റാളിംഗ് ന്യൂ മെഷീനറി ഓർ ഇൻക്രീസിംഗ് ദ ലൈഫ് ഓഫ് എൻ അസറ്റ് ഓർ അക്വയറിംഗ് വാല്യുബിൾ റൈറ്റ്സ്. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ഓൾ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ പർച്ചേസിംഗ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, എല്ലാ രീതിയിലുള്ള എക്സ്പെൻഡിച്ചറും ഫോർ പർച്ചേസിംഗ് ഓഫ് ഫിക്സഡ് അസറ്റ്, ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഓർ ഇൻസ്റ്റാളിംഗ് ന്യൂ മെഷീനറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഓർ ഇൻക്രീസിംഗ് ദ ലൈഫ് ഓഫ് എൻ അസറ്റ് അക്വയറിംഗ് എ വാല്യുബിൾ റൈറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും എന്നാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഇൻ അക്വയറിംഗ് അസറ്റ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഏണിംഗ് ഇൻകം ഓർ ഇൻക്രീസിംഗ് ദ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ഏണിംഗ് കപ്പാസിറ്റി, ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ബിസിനസ് സ്ഥാപനം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓൾ ദീസ് എക്സ്പെൻഡിച്ചേഴ്സ് ആർ റിഫർഡ് ടു ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത്തരത്തിലുള്ള വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറുകളെയും പറയുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന്. When a capital expenditure is made, the actual cost and all incidental expenses thereon are to be capitalized. The particular asset account is debited with invoice price and its all incidental expenses and cash account is credited. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈസ് മെയ്ഡ് ദ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് ഓൾ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് ദെയർ ടു ബി ക്യാപിറ്റലൈസ്ഡ്. എല്ലാ ആക്ച്വൽ കോസ്റ്റും അതുപോലെ എല്ലാ ഇൻസിഡൻ്റൽ ചാർജും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ദ പർട്ടിക്കുലർ അസറ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഇൻവോയ്സ് പ്രൈസ് ആൻഡ് ഇസ് ഓൾ ഇൻസിഡൻഷ്യൽ. ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഡെബിറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ഇൻവോയ്സ് പ്രൈസ് ആൻഡ് ഇൻ ഓൾ ഇൻസിഡൻഷ്യൽ എക്സ്പെൻസസ് ആൻഡ് ക്യാഷ് എമൗണ്ട് ഈസ് ക്രെഡിറ്റ്. ക്യാഷ് എമൗണ്ട് എല്ലാ ഇൻവോയ്സിലും ക്യാഷ് എമൗണ്ടും ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് റോങ്ലി അലോക്കേറ്റഡ് ടു റവന്യൂ എക്സ്പെൻഡിച്ചർ ഇറ്റ് വിൽ റെഡ്യൂസ് ദ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കേസിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റോങ് ആയിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ കൊണ്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? റെഡ്യൂസ് പ്രോഫിറ്റ്. ഇറ്റ് വിൽ ക്രിയേറ്റ് എ സീക്രട്ട് റിസർവ്. അതൊരു സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, the profit and loss account will not show a true and fair view of the profit of the company and the balance sheet will not show a true and fair view of the business. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രോപ്പറായിട്ടുള്ള ക്ലിയർ വ്യൂ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. സോ ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ പ്രോപ്പർ അലോക്കേഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. അതുകൊണ്ട് തന്നെ ഒരു ഓഡിറ്റർ പ്രോപ്പർ അലോക്കേഷൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെയും റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെയും പ്രോപ്പർ അലോക്കേഷൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. Therefore, he must prepare and he must watch the
capital and revenue expenditure. He should get a certificate regarding the apportionment between capital and revenue from a responsible official, and the correct allocation of expenditure between capital and revenue is very important from the point of view of accountancy, auditing, shareholders and the സൊസൈറ്റി. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അലോക്കേഷൻ അനുസരിച്ചിരിക്കും കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലുണ്ടാകുന്ന പ്രോഫിറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നു റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താ പറയുന്നത്? ഓൾ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ ക്യാരിങ് ഓൺ ദ ബിസിനസ്, ഇറ്റ്സ് കണ്ടക്ട് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കോണ്ടക്റ്റിന് വേണ്ടിയിട്ടും അതിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും ആണെന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ഇൻകേർഡ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ആൻ അസറ്റ്. ദിസ് എക്സ്പെൻഡിച്ചർ ഈസ് കാൾഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്തൊക്കെയാണ്? ഓൾസോ ഇൻകേർഡ് ഇൻ മെയിൻറ്റെയിനിങ് the earning capacity of the asset. For example, salaries, wage, rent, repairs to the fixed assets, interest on loan, commission paid to the agent, advertisement cost on material, etc. are revenue expenditure. All trading expenses are also revenue expenditure. Where revenue expenditure is made, it should be debited to particular expense amount like rent account, wage or salaries account. These accounts have to be shown on the debit side of the trading or profit and loss account in order to ascertain net profit or loss of the year. ഒരു സ്ഥാപനത്തിൻ്റെ നെറ്റ് ലോസോ പ്രോഫിറ്റോ അറിയാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എഴുതാറ്. If revenue expenditure is debited to the capital account, profit will be inflated and the company will be forced to declare higher rate dividend than actual. In this case, ഇങ്ങനെ ഒരു കേസിൽ the dividend will be paid out of capital which is against the provision of Companies Act. Companies Actൻ്റെ പ്രൊവിഷനെതിരായിട്ടൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. The auditor might be held responsible for the payment and asked to refund that amount by the CODCO. അങ്ങനെയുള്ള കേസിൽ കോർട്ടിൽ ആ എമൗണ്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറയും. And the auditor might be held responsible. Therefore, the auditor should be cautious and see that proper allocation is made between capital and revenue expenditure. അതുകൊണ്ട് തന്നെയാണ് ഒരു ഓഡിറ്റർ പ്രോപ്പർ അറ്റൻഷൻ വേണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെയും റവന്യൂ എക്സ്പെൻഡിച്ചറിനെയും കുറിച്ച് പ്രോപ്പർ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. And the auditor should also obtain a certificate to the effect that expenditure has been made properly allocation between capital and revenue from the responsible officials of them. ഇവർ ക്യാപിറ്റലും റവന്യൂ പ്രോപ്പറായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട്. He should mention that fact in his report, and the auditor's view is very significant in the matter to proper allocation of expenditure. ഒരു ഓഡിറ്ററിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യുക എക്സ്പെൻഡിച്ചറിനെയും ഇതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചറിനെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെയും പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഒരു ടേമിൽ വരുന്നതാണ് കോണ്ടിജൻറ്റ് ലയബിലിറ്റീസ്. ഇതിൽ വരുന്ന വേറൊരു ടോപ്പിക്കാണ് കോണ്ടിജൻറ്റ് ലയബിലിറ്റീസ്. എന്താണ് കോണ്ടിജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്? In many business, there may be certain unknown liabilities which may or may not arise after the preparation of final accounts. ഇപ്പോൾ ഏതെങ്കിലും ഫൈനൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള അൺനോൺ ലയബിലിറ്റീസ് അവിടെ വരാറുണ്ട്. ഈ അൺനോൺ ലയബിലിറ്റീസ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാറില്ല. ദീസ് ലയബിലിറ്റീസ് ആർ കോൾഡ് കോണ്ടിജൻറ്റ് ലയബിലിറ്റീസ്. നമ്മൾ അറിയപ്പെടാതെ വരുന്ന ഇത്തരത്തിൽ വരുന്ന ലയബിലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടിജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അണ്ടർ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, forward contract, and discounted bill receivable may be dishonored on the due date, hence there may be a liability. These are the liabilities. Can I an example പറയുന്നത്? Okay, these are the liabilities which may arise in future out of past actions. ഈ ലയബിലിറ്റീസ് വിച്ച് ഇൻ ഫ്യൂച്ചർ ഔട്ട് ഓഫ് പാസ്റ്റ് ആക്ഷൻസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പാസ്റ്റ് ട്രാൻസാക്ഷൻസ് ആർ ലൈക്ലി ടു റൈസ് ലീഗൽ ഒബ്ലിഗേഷൻസ് ഇൻ ഫ്യൂച്ചർ. If this amount becomes a payable, the result is financial or loss expressed
in future. It is therefore necessary that adequate provision should be made for such unloan liabilities. ഇത്തരത്തിൽ വരുന്ന അൺലോൺ ലയബിലിറ്റീസിന് നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. And the contingent liability may be certain, uncertain and may or may not involve payment of money. ഇതിൽ നമ്മൾ കോണ്ടിജന്റ് ലയബിലിറ്റിയിൽ ചിലപ്പോൾ സർട്ടൻ അൺസർട്ടനോ മേ ഓർ മേ നോട്ടോ ഒന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. The auditor should see that all those certain and uncertain liabilities are brought into account and the date of balance sheet. Okay. While conducting the work of audit, the auditor going through the books of accounts, correspondence, contract minutes, etc. may come across such liabilities. The auditor should consult with the counsels of the client bank regarding the gravities of such liabilities. The auditor should see the provisions of the Companies Act regarding contingent liabilities and accept it with the liability side of the balance sheet. Okay, the last portion, contingent asset. എന്താണ് കോണ്ടിജന്റ് അസറ്റ് എന്ന് പറയുന്നത്? Some expenses paid in the previous year are likely to receive or refund in the current year. ചില എക്സ്പെൻസുകൾ പ്രീവിയസ് ഇയറിൽ നമ്മൾ കറണ്ട് ഇയറിൽ സേവ് ചെയ്തു. This is called contingent assets. Examples: refund of income tax, refund of octroi, and the Companies Act does not require the contingent as asset to be disclosed, and the increasing and debatable subject in the Companies Act provides that contingent liability should be provided in the balance sheet, and it does not require a footnote to be given in the balance sheet in regard to contingent assets. അല്ലേ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞൊക്കെ ചെയ്തിരുന്നു. ബാലൻസ് ഷീറ്റിൽ ഇത് ഫുട് നോട്ട് മാർക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അതിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും അത് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഇപ്പോൾ ഈ കോണ്ടിജന്റ് അസറ്റിൽ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് പറയാനുണ്ടായിരുന്നത്. ഒന്ന് അലോക്കേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, ഇറ്റ്സ് മീൻസ് ഓഫ് ഓൾ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഇൻ പർച്ചേസിങ് of fixed asset or installing new machinery or increasing the life of an asset acquiring a variable right. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? all expenditure incurred in carrying on the business, its conduct and administration. പിന്നെ contingent liabilities, the unknown liabilities which may or may not arise after the preparation of final accounts. Last, contingent asset. Some expenses paid in the previous are likely to be reached or refunded in the current years is called contingent assets. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം.